നമസ്കാരം. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ബംഗ്ലാദേശിൽ ഒരു പുതിയ ഭരണകൂടം അധികാരമേറ്റത്. ബംഗ്ലാദേശിൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ അവിടുത്തെ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി വിജയിക്കുന്നു, ജമാഅത്തെ ഇസ്ലാമി പരാജയപ്പെടുന്നു. വലിയ വിജയമാണ് BNPക്ക് ലഭിക്കുന്നത്. BNP നേതാവായ താരിഖ് റഹ്മാൻ പ്രധാനമന്ത്രിയായി വരുന്നു. താരിഖ് റഹ്മാൻ പ്രധാനമന്ത്രിയായി വന്നതിന് ശേഷം രാജ്യം മോചിപ്പിക്കപ്പെട്ടു എന്നാണ് ബംഗ്ലാദേശിലെ ഒരു വലിയ വിഭാഗം ജനത ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ തിരിച്ചറിയുന്നത്. അത് ഇപ്പോൾ ഏറ്റുപറയുന്നത് അല്ലെങ്കിൽ അതിപ്പോൾ തുറന്നു പറയുന്നത് രാജ്യത്തിൻ്റെ പ്രഥമ പൗരനായിട്ടുള്ള ബംഗ്ലാദേശ് പ്രസിഡന്റ് മുഹമ്മദ് ഷഹാബുദ്ദീൻ തന്നെയാണ്. മുഹമ്മദ് ഷഹാബുദ്ദീൻ ഈ കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവിട്ടത്. അതായത് 2024 അന്നത്തെ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന അവിടെയുണ്ടായ പ്രക്ഷോഭങ്ങളെ തുടർന്ന് രാജ്യം വിട്ടുപോകുന്നത്. പിന്നീട് അവിടെ ഒരു ഇടക്കാല സർക്കാർ വരുന്നു. മുഹമ്മദ് യൂനസ് എന്ന നൊബേൽ സമ്മാന ജേതാവാണ് ഈ ഇടക്കാല സർക്കാരിൻ്റെ തലവനായി വരുന്നത്. ജമാഅത്തെ ഇസ്ലാമി എന്ന ഇസ്ലാമിക രാഷ്ട്രീയ പാർട്ടിക്ക് വലിയ സ്വാധീനമുള്ള സർക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിന് പട്ടാളത്തിൻ്റെ പിന്തുണയുണ്ടായിരുന്നു. ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ സമരം നയിച്ച വിദ്യാർത്ഥി സമൂഹത്തിൻ്റെയും പിന്തുണ മുഹമ്മദ് യൂനസ് നയിക്കുന്ന ഇടക്കാല സർക്കാരിനുണ്ടായിരുന്നു. പക്ഷേ പൊതുവിൽ ജനങ്ങളുടെ പിന്തുണ ആ സർക്കാരിനെതിരായിരുന്നു എന്ന് തെരഞ്ഞെടുപ്പ് ഫലം കാട്ടിത്തന്നു. ഈ സമയത്ത് 18 മാസമാണ് മുഹമ്മദ് യൂനസ് ബംഗ്ലാദേശ് ഭരിച്ചത്. ആ 18 മാസവും രാജ്യത്തിൻ്റെ പ്രസിഡന്റായിരുന്ന താൻ ഏതാണ്ട് വീട്ടുതടങ്കലിലായിരുന്നു എന്ന വെളിപ്പെടുത്തലാണ്, ഗുരുതരമായ വെളിപ്പെടുത്തലാണ് ബംഗ്ലാദേശിൻ്റെ പ്രസിഡന്റ് മുഹമ്മദ് ഷഹാബുദ്ദീൻ തുറന്നു പറഞ്ഞിരിക്കുന്നത്. അതായത് എല്ലാ വർഷവും രാജ്യത്ത് ഈദ് ആഘോഷങ്ങൾ നടക്കാറുണ്ട്. സ്വാതന്ത്ര്യത്തിന് ശേഷം എല്ലാ വർഷവും നടന്നിരുന്നത് നാഷണൽ ഈദ് ഗാഹ് മൈതാനത്തായിരുന്നു. അതിന് നേതൃത്വം നൽകിയിരുന്നത് രാജ്യത്തിൻ്റെ പ്രസിഡന്റായിരുന്നു. എന്നാൽ മുഹമ്മദ് യൂനസ് അധികാരത്തിൽ വന്നതിന് ശേഷം അതുപോലും ചെയ്യാൻ തന്നെ അനുവദിച്ചില്ല. അതിൽ നിന്നും തന്നെ തടഞ്ഞു, വീട്ടിനകത്ത് പൂട്ടിയിട്ടു, എവിടെയും പോകാൻ അനുവദിച്ചില്ല എന്നാണ്. മാത്രമല്ല മുഹമ്മദ് ഷഹാബുദ്ദീൻ പറയുന്നത് വിദേശയാത്രകളൊന്നും തനിക്ക് അനുവദിച്ചു തന്നില്ല. പ്രധാനമന്ത്രി 14 വിദേശയാത്രകൾ ഈ 18 മാസത്തിനുള്ളിൽ നടത്തി. പക്ഷെ പ്രസിഡന്റ് എന്ന നിലയിൽ തനിക്ക് എവിടെയും പോകാൻ കഴിഞ്ഞില്ല. മൂന്നാമത്തെ കാര്യം, തനിക്ക് സ്വന്തമായി ചികിത്സ ആവശ്യത്തിന് സിംഗപ്പൂർ പോകേണ്ടതുണ്ടായിരുന്നു. അതിനുപോലും സർക്കാർ അനുമതി നൽകിയില്ല. അതായത് കുറച്ചു കാലം മുമ്പ് സിംഗപ്പൂരിലെ ഒരു ആശുപത്രിയിലാണ് തനിക്ക് വളരെ നിർണായകമായ ഒരു ബൈപ്പാസ് ശസ്ത്രക്രിയ നടന്നത്. ആ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് ഫോളോ അപ്പ് ചെക്കപ്പുകൾ ഉണ്ടായിരുന്നു. ആ ഫോളോ അപ്പ് ചെക്കപ്പുകൾക്ക് പോലും സിംഗപ്പൂരിൽ പോകാൻ അനുവദിക്കാതെ തന്നെ ഈ കൊട്ടാരത്തിൽ തളച്ചിടുകയാണ് മുഹമ്മദ് യൂനസ് ചെയ്തത് എന്നാണ് ബംഗ്ലാദേശ് പ്രസിഡന്റ് തുറന്നു പറഞ്ഞത്. സത്യത്തിൽ ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റാണ് ഇത് പറയുന്നത്. ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റിനെ ഹൗസ് അറസ്റ്റ് ചെയ്തു, നിയമവിരുദ്ധമായി വീട്ടുതടങ്കലിലാക്കി എന്ന് പറയുമ്പോൾ തീർച്ചയായും അത് ചെയ്തയാൾ ഇന്നിപ്പോൾ അധികാരത്തിലില്ല. അദ്ദേഹം അധികാരത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു, അദ്ദേഹം അധികാരത്തിൽ നിന്ന് പുറത്തായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിയമ നടപടികൾ ഏതു നിമിഷവും മുഹമ്മദ് യൂനസിനെ തേടിയെത്താം എന്ന സാഹചര്യമാണുള്ളത്. ഷെയ്ഖ് ഹസീന ഇപ്പോൾ അത്തരത്തിലുള്ള നിയമ നടപടികൾ നേരിടുന്നുണ്ട്. ആ പ്രക്ഷോഭത്തെ സർക്കാർ നേരിട്ട രീതി അത് മനുഷ്യത്വരഹിതമായിരുന്നുവെന്നും മനുഷ്യാവകാശങ്ങളുടെ ഗൗരവകരമായ ലംഘനം ഷെയ്ഖ് ഹസീനയും കൂട്ടരും നടത്തിയിട്ടുണ്ട് എന്നും ആരോപിച്ചുകൊണ്ട് അവരെ വിചാരണ ചെയ്യുകയും അവർക്ക് വധശിക്ഷയിൽ ലഭിച്ച സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിൽ തീർച്ചയായും മുഹമ്മദ് യൂനസിനെതിരെയും നിയമ നടപടികൾ ഉടൻ ബംഗ്ലാദേശിൽ ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ തെളിഞ്ഞു വരുന്നത്, അതും പ്രസിഡന്റിന്റെ വെളിപ്പെടുത്തലിലൂടെ. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ, HIV സ്റ്റാറ്റസോ. HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.